വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മറ്റൊരു പുതിയ വിഭവമായിട്ടാണ്. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെപ്പർ സ്റ്റേക്ക് ആണ്. അതിൻ്റെ ചേരുവകളും നോക്കാം, അത് എങ്ങനെ തയ്യാറാക്കാം അതും കൂടി ഒന്ന് നോക്കാം. നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് സ്റ്റഫ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യാം, പിന്നെ ഒന്ന് ടെൻഡർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഇതിൻ്റെ മാരിനേഷൻ ചെയ്യാം. ജസ്റ്റ് പെപ്പർ സോൾട്ടും ഇട്ട് കൊടുക്കാം. നമ്മുടെ പെപ്പർ സ്റ്റേക്കിൻ്റെ ചിക്കൻ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഫിങ് തയ്യാറാക്കാം. പാൻ വെച്ചിട്ട് ചൂടാകേണ്ടതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. സോൾട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ഒപ്പം അതിലേക്ക് ചോപ്പ് ചെയ്ത ഓണിയൻ, ഒരു ഹാഫ് ഓണിയൻ ചോപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്ലൈസ് ചെയ്ത നമ്മുടെ ടിൻ മഷ്റൂമാണ്. ബട്ടൺ മഷ്റൂം സ്ലൈസ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഗ്രീൻ ക്യാപ്സിക്കം 1 ടേബിൾ സ്പൂൺ, റെഡ് ക്യാപ്സിക്കം 1 ടേബിൾ സ്പൂൺ, യെല്ലോ ക്യാപ്സിക്കം 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതിലേക്ക് വൈറ്റ് പെപ്പറും 1 പിഞ്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ടയാക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഏകദേശം സോട്ട ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത പാഴ്സ്ലി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പാഴ്സ്ലി ചോപ്പ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മിക്സർ തയ്യാറായി കഴിഞ്ഞു. സ്റ്റഫ് ചെയ്യാനുള്ള മിക്സർ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് ഫയർ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തിട്ട് വേണം സ്റ്റഫ് ചെയ്യാനായിട്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ ഫില്ലിങ് സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫിംഗ് ആണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ്റെ മാരിനേഷൻ തയ്യാറാക്കാം. നമ്മൾ ആദ്യം പെപ്പർ സോൾട്ട് മാത്രമാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി ബാക്കി ഫുൾ മാരിനേഷൻ തയ്യാറാക്കാം. നമുക്ക് W സോസ് 1 ടീസ്പൂൺ, HP സോസ് 1/2 ടീസ്പൂൺ, മസ്റ്റാർഡ് സോസ് 1/4 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1/2 ടീസ്പൂൺ, വൈറ്റ് പെപ്പർ 1 പിഞ്ച്, സോൾട്ട് 1/2 പിഞ്ച്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഓയിൽ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ സ്റ്റഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാരിനേഷൻ അതിന് മുകളിലൊന്ന് അപ്ലൈ ചെയ്യണം. അതിന് ശേഷം നമുക്കത് പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്ത് എടുക്കാം. നമ്മുടെ മാരിനേഷൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. സ്റ്റഫിന് വേണ്ടിയിട്ട് നമ്മൾ മഷ്റൂം, അതുപോലെ റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം എല്ലാം ചേർത്തുള്ള ഒരു
മിക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഫില്ലിങ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്റ്റഫ് ചെയ്യാം. നമുക്കിത് കവർ ചെയ്യാം. ഇനി ഇതൊന്ന് സീൽ ചെയ്യാം. പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നമുക്ക് അടുത്ത പീസ് കൂടി സ്റ്റഫ് ചെയ്യാം. നമുക്കിത് സീൽ ചെയ്യാം. നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ സ്റ്റഫ് ചെയ്തു. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ചില്ലറിലേക്ക് വെക്കാം. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ചെടുത്തു. ഇനി നമുക്കൊന്ന് മാരിനേഷൻ ചെയ്ത് റെഡിയാക്കി ഒന്നുകൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിപ്പോൾ വെച്ചത്, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് ഇത് സീൽ ചെയ്തില്ല. സീലിംഗ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. നമുക്ക് മാരിനേഷനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് പുരട്ടി വെക്കാം. ഇനി വീണ്ടും നമുക്കിതൊരു ഹാഫ് ആൻ അവർ കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചിക്കൻ സ്റ്റേക്കിനുള്ള സ്റ്റഫ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് പാനിലൊന്ന് ഗ്രില്ല് ചെയ്ത് റെഡിയാക്കാം. കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മറച്ച് വയ്ക്കാം. ഒരു സൈഡ് ഈ ചിക്കൻ ബ്രസ്റ്റ് കൂടി മറച്ച് വയ്ക്കാം. കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റഫ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കാം. അതിനുശേഷം സോസിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഈ സോസിനുള്ള ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ബ്രൗൺ ആവണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓണിയനും ഗാർലിക്കും എല്ലാം ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം.
സോസ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ബോളിലേക്ക് ഒഴിക്കാം. ഫയർ ഓഫ് ചെയ്തിട്ട് നമ്മുടെ സോസ് റെഡിയാണ്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ്, സ്റ്റഫ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റും തയ്യാറാണ്. ഇനി നമ്മുടെ പെപ്പർ സോസ് നമുക്ക് റെഡിയാക്കാം. പെപ്പർ സോസ് റെഡിയാക്കിയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കൻ കൂടി അതിനകത്ത് ഇട്ട് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കെടുത്ത് ഡിഷ് ഔട്ട് ചെയ്യാം. പെപ്പർ സോസിനായിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 30 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത പെപ്പർ, ബ്ലാക്ക് പെപ്പർ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. ആ പെപ്പറിൻ്റെ ഫ്ലേവർ ഒന്ന് ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വൈറ്റ് വൈനാണ്. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെപ്പർ സോസ് തയ്യാറായിട്ടുണ്ട്. അടിപൊളി സോസാണ്, നല്ല ഫ്ലേവറുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ ബ്രസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് സ്റ്റഫ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ സോസിൽ കിടന്നൊന്ന് കുക്കാവട്ടെ. ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം സോസിൻ്റെ ഫ്ലേവർ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തിട്ടൊന്ന് കുക്ക് ചെയ്യണത്. നമുക്കിതിലേക്ക് കുറച്ച് ക്രീം കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ക്രീമാണ് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തത്. നമ്മൾ ഫയറെല്ലാം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ സ്റ്റേക്ക് വിത്ത് പെപ്പർ സോസ് തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റായിട്ട് ബട്ടേഡ് വെജിറ്റബിൾ ഉണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് മാറ്റാം. കുറച്ച് ചോപ്പ് പാഴ്സൽ ഇതിന് മുകളിൽ ഒന്ന് വിതറി കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്യാനായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 20 ഗ്രാം ബട്ടറാണ് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത്. നമ്മൾ വെജിറ്റബിൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, നമ്മുടെ സോട്ടേഡ് വെജിറ്റബിളിൽ കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്യാം. കുറച്ച് സോൾട്ടും, ഒരു 1/2 പിഞ്ച് സോൾട്ട്, 1/2 പിഞ്ച് പെപ്പർ. വെജിറ്റബിൾ സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ചിക്കൻ സ്റ്റേക്ക് നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. സ്റ്റേക്ക് നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം.
നമ്മുടെ ചിക്കൻ സ്റ്റേക്ക് വിത്ത് പെപ്പർ സോസ് തയ്യാറാണ്. അടിപൊളി ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേരെ. താങ്ക് യു.